നീളുന്ന പാടം മൂടുന്ന നെല്ല്, നീളുന്ന പാടം മൂടുന്ന നെല്ല്, കരം നിറയെ കരം നിറയെ കരം നിറയെ കരം നിറയെ പൊന്നെല്ലിൻ പൊൻകറ്റകൾ. നേരം പോയി ചോരപ്പു ചൂടുന്നടി. വെയിലിറങ്ങും നടവരമ്പിൽ കൂട നിവർത്തി വിരിയുന്ന മലരിന്റെ മണമേന്തും തേൻ തെന്നലും. വെയിലിറങ്ങും നടവരമ്പിൽ കൂട നിവർത്തി വിരിയുന്ന മലരിന്റെ മണമേന്തും തേൻ തെന്നലും. ഈ മെയ്യിൽ വിളയുന്ന ചുടുവേർപ്പ് കൊയ്യുന്നിതാ. കതിർമൂടി പൂമ്പാരമായി പൊന്നിൻ മുറ്റങ്ങൾ പൂക്കുന്നതിന്നാണടി. കതിരുകൊണ്ട് കതിരുകൊണ്ട് നേരാണ് നേരാണ് നേരാണടി. നേരം ചോരപ്പു ചൂടുന്നടി. പുളകങ്ങൾ കൊയ്യുന്നതോ കൊതിയോട് കൊതി കൊള്ളും ഉള്ളങ്ങൾ പോലോല മാടങ്ങൾ പൂക്കുന്നതെന്നാണേ. പതിരുകൊണ്ട് പതിരുകൊണ്ട് നേരാണ് നേരാണ് നേരാണടി. നേരം ചോരപ്പു ചൂടുന്നടി. വയൽക്കിളിയും വയൽക്കിളിയും വഴകിലും കൊയ്ത് വയൽക്കിളിയും വയൽക്കിളിയും വഴകിലും കൊയ്ത്. എന്താ അവിടെ അമ്മക്ക് സുഖമില്ല, കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. അമ്മക്ക് എന്താ ചേട്ടാ? ആ നീ വാ പോവാ. ഞാൻ പോട്ടെ പിള്ളച്ചേട്ടാ. പൊയ്ക്കോ പൊയ്ക്കോ. അമ്മക്ക് എന്താ ചേട്ടാ? നിന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ജോലി ചെയ്ത് ജീവിക്കാനും സമ്മതിക്കില്ല. ആ അങ്ങനെ ഇപ്പൊ ഈ നേരത്ത് അവിടെ ജോലി ചെയ്ത് നീ ജീവിക്കണ്ട. കാളവണ്ടി അടിച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നത് ഞാൻ മരിക്കുന്നവരെ നിങ്ങൾ കൊണ്ടു തരും.
കുടിച്ചും കുടിക്കാതെയും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയാം. അത് മതി. വാ. എടാ ചാത്തു, എന്താണ് അമ്മ അമ്മ മാറ്റി വെച്ചേ സോഡ കുപ്പി. ഞാൻ കഴിച്ചോളാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എന്താ അത്? നിനക്ക് കുളിക്കാൻ സമയമായില്ലേ? പിള്ളേ, എന്താ അവിടെ? അല്ല, എന്റെ ഈ വലത്തെ കാലിൽ ഒരു പഴുതാര കുത്തും. തനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടല്ലേ? പറമ്പിൽ പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുക്കുന്ന പെൺപിള്ളേരുടെ കാര്യം നോക്കണം, കുപ്പിയും ഗ്ലാസും ഈ കുടുംബം മുഴുവൻ തൂത്തുവാരണം. എന്തൊരു വലിയ പാടാന്നറിയാമോ? മതി 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 മതി. തന്റെ വൃത്തിയുടെ കൂടുതലുണ്ടാ ദേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ആ പെണ്ണിനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് തൂപ്പിച്ചൂടെ? ഉള്ളതാണല്ലോ, ആ പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കാവുന്നേ ഉള്ളൂ. താൻ ചെന്ന് കാറിൽ പെട്ടിയുണ്ട്, എടുത്ത് അകത്ത് വെപ്പിക്കും. സുരേന്ദ്ര, താക്കോലെവിടെ? ചേച്ചി ചേച്ചി, പുത്തമ്പരിക്കിലെ അമ്മ വന്നിട്ടുണ്ട്. ദേ ഇപ്പൊ പിള്ളച്ചിട്ടും വന്ന് പറഞ്ഞിട്ട് പോയി. ചേച്ചി വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്. ഇതാ ഇത് വെച്ചു. ഇതൊന്നും ഒപ്പിട്ട് തന്നെ. നാളെ കൊടുത്താ പോരെ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഓ പിള്ളേ, മാധവിക്ക് 2 പറ നെല്ല് അളന്നു കൊടുക്കൂ. ഓ ഓ പോയി വാങ്ങ. ഓ വന്നിരിക്കുന്നു സിംഗരിക്ക്. അത് പോകരുത്. എടി, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഒരു സ്നേഹം സ്നേഹിച്ചതിന് കിട്ടി. തന്നിട്ടുണ്ടല്ലോ 2 എണ്ണത്തിനെ. പുരകറന്ന് നിൽക്കുന്നു പോരെ സ്നേഹ. അതെന്റെ മാത്രം കുറ്റമാണോ എടി? ഞാനായതുകൊണ്ട് 2 നിർത്തിയെന്ന് പറ. എടി മാധവി, നിനക്ക് സരസമ്മയുടെ കാശ് കിട്ടി കാണും. കിട്ടി. അത് ബാങ്കിലിട്ടാച്ചാ അങ്ങോട്ട് പോകുന്നത്. ഇനി ഇപ്പൊ എടുത്താ പൊങ്ങത്തില്ല. അധികമൊന്നും വേണ്ട. നിങ്ങളുടെ 2 റുപ്പീസ് പോകഴിച്ചു അവിടുന്ന്. കണ്ടുപിടിക്കാൻ തിരക്കായിരിക്കും. നീ എനിക്കൊരു 2 റുപ്പീസ് ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? നിങ്ങൾ കണ്ടാടങ്ങാൻ വല്ലവരും കൊച്ചുങ്ങൾക്ക് അന്വേഷിച്ചു കൊടുക്കുന്നതല്ല. ഇത് ഷാപ്പി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മുണ്ടിങ്ങതാ. ബാക്കിയുള്ളതൊക്കെ ഇന്ന് രാത്രി തന്നെ അയക്കാം. ചാക്ക് 33. നാളെ എനിക്ക് പോവുകയും വേണം. പിള്ളേ, നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിർത്താൻ ഒരു പെണ്ണിനെ ഇതേവരെ കിട്ടിയില്ലല്ലോ. ഇവള് തന്നെ ആയാലോ അച്ഛമ്മേ? ഇവള് തന്നെ ആയാലോ? നല്ലപോലെ പണിയെടുക്കും. അതിനിപ്പോ അവരിവളെ വിടുവോ? അതിപ്പോ അവളുടെ തന്തയോടും തള്ളയോടും ചോദിച്ചു നോക്കണം. അതിനിപ്പോ ഇത്ര ചോദിക്കാനുണ്ടോ? ഒരു ദിവസം കാർ കൊണ്ട് ഇങ്ങോട്ട് വരിക, സാവിത്രി കയറ്റിക്കൊണ്ട് അവിടെ പോവാ. നിങ്ങളിന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുക. അവിടെ അടുത്തല്ലേ വടക്കേക്കാവ് ക്ഷേത്രം. ഇവൾക്ക് അവിടെ നേർച്ചയുണ്ട് താല എടുപ്പിച്ചേക്കാമെന്ന്. 6 വയസ്സിൽ പൊങ്ങം വന്നപ്പോ നേർന്നതാ. എന്നിട്ട് നീ ഇതുവരെ അത് കഴിച്ചില്ലല്ലോ. ഇപ്പൊ അവിടെ വിട്ടേക്ക്. അവളെ കൊണ്ട് താല എടുപ്പിച്ച് അവരെ അവിടെ നിർത്തിക്കോളൂ. അതിന് ഇനിയും സമയമുണ്ടല്ലോ. നിനക്കെന്താ ഇവളെ എന്റെ കൂടെ അയക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ? അയ്യോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ അയക്കാം. ഇപ്പൊ വേണ്ട.
പതുക്കെ ആലോചിച്ചിട്ട് മതി. ഇവളെ എന്റെ കൂടെ അയച്ചാൽ ഒരു വേലക്കാരിയെ പോലെയല്ല, എന്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം. ഇറങ്ങട്ടെ മോളെ, ഇറങ്ങട്ടെ. രണ്ടു വലി വലിച്ചു കള, അതുകൊണ്ട് മാത്രം വയറ് നിറച്ച പോരല്ലോ. എന്തൊരു കഷ്ടമാണിത്. ഞാനിങ്ങനെ ഒരിടത്ത് കുത്തിയിരിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ തീറ്റിപ്പോറ്റുക. അതിപ്പോ അങ്ങനെയല്ലേ? ആവതുള്ളപ്പോ വേലെടുത്ത് ഞങ്ങൾക്കും തരുന്നുണ്ടല്ലോ. മതി, തിന്ന്. എന്താ, എന്തിനാ കരയുന്നേ? എന്നെ അവിടെ നീറ്റിൽ നിലനിർത്തുന്നില്ലെന്നേ. രാവിലെ ഉണർന്നാ ഉടനെ ഒരു ചോദ്യം, എപ്പോഴാ വരിക, എങ്ങനെയാ വരിക, ആരാ കൊണ്ടുവരിക? സമാനം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാ. മനസ്സിലായില്ല അല്ലേ? നെല്ലിൻ ചാക്ക് കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? ഇവിടുത്തെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു, അത് പറഞ്ഞു. അത് കൊള്ളാം. പിന്നെ ഇവിടെ തരാൻ പറഞ്ഞ് തന്നയച്ചതാ. എന്തോ? ഓ, എന്നാ പെങ്കൊച്ചിനെ അയക്കയില്ലേ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. എനിക്ക് വേറെ ആളെ നോക്കണം. ഞാനവളെ അയക്കാൻ പിള്ളേ. ഇപ്പോഴാണ് ഇവളുടെ വായി പഞ്ചാര വിതറേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ. പിള്ളച്ചേട്ടൻ പൊക്കോ. നാളെ രാവിലെ പിള്ളച്ചേട്ടൻ ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോ എന്റെ മോളുടെ മുഖമായിരിക്കും കണി കാണാൻ പോണത്. പൊക്കോ. എന്റെ കോട്ട. എനിക്ക് വയ്യമ്മേ, പണ്ടെടുത്ത് പോയി വല്ലവരുടെയും അടുക്കളപ്പണി ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അവരെ വെറുപ്പിക്കാൻ പറ്റൂ? നിന്നെ ഈ പ്രായത്തിൽ കണ്ടെടുത്ത് വേലയ്ക്ക് വിടുന്നാൽ അമ്മയ്ക്ക് വേദനയില്ലാഞ്ഞിട്ടാണോ? നീ പോകണ്ട. ഇവിടെ നിന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിവിടെ പട്ടിണി കിടന്നോളാം. അപ്പൊ ഞാനും പട്ടിണി കിടക്കണം അല്ലേ? എടീ, നിന്റെ സ്ഥാനത്ത് ഒരു ആങ്കൊച്ചായിരുന്നെങ്കിൽ കട്ടോ പിടിച്ചു പറിച്ചിട്ടെങ്കിലും അവൻ എന്റെ വയറ് നിറച്ചേനെ. ദിവസവും 2 rupees എനിക്ക് കള്ളു കുടിക്കാനും തന്നേനെ. നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവർക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. എന്താ ഞാൻ പോകാം. ഞാൻ പോയി ജോലി ചെയ്ത് അച്ഛൻ ചോറ് തരാം, കള്ളു കുടിക്കാനുള്ള പാശം കൊണ്ട് തരാം. പോരെ? അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഞാൻ എന്റെ ഭാര്യയെ തല്ലി, മനസ്സിലായോ? അത് ചോദിക്കാൻ നീ ആരാ? പോലീസോ? പുത്തമ്പുരയിലെ അമ്മയുടെ ബംഗ്ലാവില് എന്നെ ജോലിക്ക് നിർത്താൻ പോവാ. വേണ്ടെന്ന് പറഞ്ഞതിനാ അമ്മ തല്ലിയത്. വേണ്ട വേണ്ട, നീ എവിടെ പോയി ജോലി ചെയ്യണ്ട. അത് പറയാൻ നീ ആരാടാ? നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒരു ചോരക്കളമായിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങൾ ആരും ഇവിടെ ഇവിടെ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഞാനത് സമ്മതിക്കില്ല. ശിവരാമേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോകാൻ തീരുമാനിച്ചു, പോകും. കേട്ടോടാ, കേട്ടോ? നീ ഇങ്ങോട്ട് കയറി ഭരിക്കാനൊന്നും വരണ്ട. പോകണം. സാവിത്രി, നീ പോയാൽ എങ്ങനെ? നീയാണ് എനിക്കിവിടെ ഉള്ളൊരു ആശ്വാസം. നിനക്കറിഞ്ഞൂടെ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഇഷ്ടമുണ്ടായിട്ട് പോവല്ലേ? ഞാൻ പോയില്ലെങ്കിൽ ഈ വീട്ടിൽ കൊലപാതകം നടക്കും. അച്ഛനമ്മയെ കൊല്ലും. ഒരു വീട്ടിൽ അടുക്കളപ്പടി ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. വേറൊന്നിനും
എന്നെ കൊടുത്ത് കാശ് വാങ്ങിയില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. ബസ്സിന് സമയമായി അല്ലേ? നീ യാത്ര ചോദിക്കാൻ വരണ്ടായിരുന്നു. അതെനിക്ക് ദുഃഖമാണ്. പോയിട്ട് വരൂ. എവിടെയാണെങ്കിലും നിനക്ക് നല്ലതേ വരും. എന്റെ കൈ സുഖമാവട്ടെ. ഞാൻ നിന്നെ ഒന്ന് കാണാം. ഞാൻ പോട്ടെ. പൊയ്ക്കോ. സാവിത്രി, ഒന്നുമില്ല. ഇനി എത്ര നാള് കഴിഞ്ഞ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ. ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ചോദിക്ക. ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചേട്ടൻ എന്നോട് സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. ഒന്ന് മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞുമില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? എടി മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാനെടുത്ത് ഓമനിച്ചുകൊണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പൊ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. എനിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെങ്ങളാണ്. ചേട്ടാ, എനിക്ക് തെറ്റി, എന്നോട് ക്ഷമിക്കണം. എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്കൊരാങ്ങളെ കിട്ടി.